നിങ്ങൾ നോമ്പ് പിടിച്ചാൽ അള്ളാഹു ഒരുപാട് പ്രതിഫലം നൽകിയിട്ടുണ്ട്. ഏത് രീതിയിലെന്നറിയുമോ? കേട്ടോളിൻ. ആദരമാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, ആരെങ്കിലും പരിശുദ്ധമായ റജബ് മാസത്തിലുണ്ടല്ലോ ഒരു 7 നോമ്പ് പിടിച്ചാൽ അള്ളാഹു അവന് നൽകുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, നരകത്തിന്റെ 7 കവാടങ്ങൾ അവന്റെ മേല് കൊട്ടിയടയ്ക്കപ്പെടുമെന്ന്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ആരെങ്കിലും ഉണ്ടല്ലോ ഇനി പരിശുദ്ധമായ റജബ് മാസത്തില് ഒരു 8 നോമ്പ് പിടിച്ചാൽ അല്ലാഹു അവന് നൽകുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അതാ സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ അല്ലാഹു അവന്റെ മേലെ തുറന്നു കൊടുക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് മലക്കുകൾ പറയുമത്രേ, ഈ 8 വാതിലുകൾ നിനക്ക് ഇഷ്ടമുള്ള വാതിലിലൂടെ നീ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, വമൻ സാമ അശറത അയ്യാം, ആരെങ്കിലും ഈ പരിശുദ്ധമായ റജബ് മാസത്തിലുണ്ടല്ലോ ഒരു 10 നോമ്പ് പിടിച്ചാൽ അല്ലാഹു അവന് നൽകുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ലയസ്അലല്ലാഹു അസ്സ വജല്ല ശൈആ, അവൻ എന്ത് കാര്യങ്ങൾ ദുആ ചെയ്താലും അതാഹു അല്ലാഹു അത് സാധിപ്പിച്ചു കൊടുക്കും, അല്ലാഹു അവന് നൽകുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അതേ ഹബീബായ തങ്ങൾ പറയുകയാ, ഇനി ആരെങ്കിലും ഈ അനുഗ്രഹീതമായ പരിശുദ്ധമായ റജബ് മാസത്തില് വീണ്ടും ഒരു 10 നോമ്പ് പിടിച്ചാൽ ആകാശ ലോകത്തിൽ നിന്നൊരു മലക്കുണ്ടല്ലോ അവനെ നോക്കിയിട്ട് വിളിച്ചു പറയുമത്രേ, ഖദ് ഗഫറതു ലക, അല്ലാഹുവിന്റെ പാപങ്ങൾ പുറത്തു തന്നിരിക്കുന്നു അല്ലാഹുവിന്റെ ദാസാ എന്ന് ആകാശ ലോകത്തിൽ നിന്ന് മലക്കുകൾ വിളിച്ചു പറയുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ നിങ്ങൾ മത്സരിക്കുവിൻ. ഫലയതനാഫസുൽ മുതനാഫിസൂൻ, മത്സരിക്കുന്നവൻ ഇബാദത്തുകൾ ചെയ്ത് സ്വർഗത്തിന് വേണ്ടി മത്സരിക്കട്ടെ. വിശുദ്ധമായ ഖുർആൻ അല്ലാഹ് ഇബാദത്തുകൾ ചെയ്ത് ഇബാദത്തുകളിൽ മത്സരിക്കണം പ്രിയപ്പെട്ടവരെ. അങ്ങനെ മത്സരിച്ച് അവസാനത്തെ ട്രോഫിയായി ആ സ്വർഗം നമുക്ക് കരസ്ഥമാക്കണം. അതിനുവേണ്ടി നിങ്ങൾ മത്സരിക്കാനാണ് അള്ളാഹിന്റെ വിശുദ്ധമായ ഖുർആൻ. ആ മത്സരം ഈ റജബിൽ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾ കാണിക്കണം. അള്ളാഹു നന്മയായ കാര്യങ്ങളിൽ മുന്നേറാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.